താങ്ക് യു സോ മച്ച്. അത് പിന്നെ ഇന്നിവിടെ വന്നത് തന്നെ ഒന്നും മിണ്ടാതെ എന്നുള്ള പടത്തിൻ്റെ സക്സസ്സോടുകൂടി സന്തോഷത്തോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ സുഗീതിനും ഷഫീറിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ്, ഞങ്ങൾക്ക് ചായ കൊണ്ട് തന്നിട്ടുള്ള പ്രൊഡക്ഷനിൽ ഓരോ ആൾക്കാർക്ക് വരെ താങ്ക് യു സോ മച്ച് ഫ്രം 113 ആ പ്രോഗ്രാം. പുകഴ്ത്തിയാ മതി. എന്ത് പറയണം പറഞ്ഞു വേണ്ട, അങ്ങനെ ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ദൈവികമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് ശരിക്കും റിമിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ഉത്സവപ്പറമ്പിൽ പോയാൽ 10,000-കണക്കിന് ആളുകളുണ്ടെങ്കിലും അവരെ കയ്യിലെടുക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ഏറ്റവും അധികം ഗായകരും എല്ലാവരും ഉണ്ടെങ്കിലും റിമിയുടെ എൻട്രി തന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നവർ തൊട്ട് ഏറ്റവും പുറകിലിരിക്കുന്നവർ തന്നെ എണിച്ച് കൈയടിക്കാൻ കഴിയുക. അല്ല, ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് ഏതൊരു അവാർഡ് നൈറ്റിൽ കേരളത്തിലായാലും കേരളത്തിൽ പുറത്തായാലും എവിടെ ചെന്നാലും വലിയ വലിയ ഗായകരും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഹിന്ദി തൊട്ട് ഇങ്ങോട്ടുള്ള എത്രയോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇരിക്കുന്നു. അവർ വരുന്നു, പോകുന്നു, അവാർഡ് മേടിക്കുന്നു. പക്ഷെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഘട്ടം ചെല്ലുമ്പോൾ അടുത്ത പ്രോഗ്രാം റിമി ടോമി നയിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കുട്ടികൾ തൊട്ട് വരുന്ന ആൾക്കാർ അത് എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു വില, അത് ശരിക്കും വലിയ അനുഗ്രഹം തന്നെയാണ്. അതെ, അവിടെ ഇരുന്ന് ഒരാൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കേക്കത്തില്ല. നസീർ സാറിനെ കണ്ടു, ഞങ്ങൾ ഒത്തിരി കാണിച്ചു. പക്ഷെ എന്നാലും ശരിയെങ്കിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ നിന്നൊരു പാട്ടാവട്ടെ. കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള ഗാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. രാജേട്ടാ, എനിക്കും ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണത്. രാജേട്ടന് വേണ്ടി ഞാൻ അത് പാടും. ശീലമയാണ്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണിക്കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി, നീ വരുമ്പോൾ കണ്ണു കാമുകന്റെ കഥ പറഞ്ഞു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. താങ്ക് യു ചേട്ടാ.